എസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അതിതീക്ഷ്ണമായ പോരാട്ട കാലത്തെ അനുസ്മരിപ്പിക്കുകയാണ് ഈ വിധത്തിൽ. അദ്ദേഹം കടന്നു വന്ന വഴികളെയാകെ അനുസ്മരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കം എല്ലാവരും അദ്ദേഹത്തിൻ്റെ VSൻ്റെ ആ കാലയളവിനെ, ആ വിപുലമായ 8.5 പതിറ്റാണ്ട് നീണ്ട ആ വലിയ കാലത്തെ അത്രമേൽ ഹൃദ്യമായി ഓർക്കുകയാണ്, ആവേശത്തോടെ ഓർക്കുകയാണ്. അത്രമേൽ പറയാനുണ്ട്. പറഞ്ഞ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ആവേശത്തോടെ പോകേണ്ടതുണ്ട്. VSൻ്റെ വേർപാടും സൃഷ്ടിക്കുന്ന ആവേശകരമായ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആ ദീർഘമായ ആ ഒരു യാത്ര അത്ര വിപുലമാണ്. NPC ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധം, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ VS എന്ന ആ വലിയ നേതാവിനെ വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തെ അത്രമേൽ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കടന്നു വന്ന വഴികളെ ഓരോന്നും എത്രമേൽ സൂക്ഷ്മമായി സ്പർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അനുസ്മരിക്കുന്നത് എന്ന് കേൾക്കുന്ന എല്ലാവരെയും ഓർമ്മിപ്പിക്കും വിധമാണ് അതിലെ ഓരോ കാര്യങ്ങളും കടന്നു പോകുമ്പോൾ തോന്നുന്നത്. NPC. അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്നത് VS എന്ന് പറയുന്ന ആ നിറഞ്ഞ ജീവിതത്തെ മുഴുവനുമാണ്. ഒരു അനുശോചന സന്ദേശം ആളുകൾ മരിക്കുമ്പോൾ നേതാക്കൾ പുറപ്പെടുവിക്കാറുണ്ട്. അതുപോലെ തന്നെ അത് ഒരല്പം ദീർഘമായും കുറേയൊക്കെ വ്യക്തിപരമായും മാറാറുണ്ട്. ഇതല്ല, ഇതൊരു അനുസ്മരണ ലേഖനം പോലെ നീണ്ട ഒരു പ്രതിപാദനമാണ്. VS എന്താണ്, ചരിത്രത്തിൽ എന്താണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തി പോകുന്ന ഒരു പരാമർശമാണ് പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് VSന് ലഭിക്കുന്ന ഏറ്റവും വലിയ ചരമോപചാരമായി ഈ സന്ധ്യയ്ക്ക് മാറുന്നത് പിണറായി വിജയൻ്റെ ഈ അനുസ്മരണ ലേഖനം തന്നെയാണ് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം ശരത്ത്. അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആകെ, അദ്ദേഹം കടന്നു വന്ന വഴികളിൽ പറയുന്നൊരു ഒരു വാക്യം NPC ശ്രദ്ധിച്ചോ? VS പാർട്ടിയെയും പാർട്ടി VSനെയും വളർത്തി എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാലമുണ്ട്. അതുണ്ട്. അത് കേവലമായ വ്യക്തിസ്തുതിയായിട്ടോ അല്ലെങ്കിൽ കേവലമായ പാർട്ടി സ്തുതിയായിട്ടോ സാഹചര്യങ്ങളുടെ സ്തുതിയായിട്ടോ മാറില്ല ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കാര്യം നിരീക്ഷിക്കുമ്പോൾ. അതുതന്നെയാണ് ആ സമതുലിതമായ ആ വാക്യത്തിലൂടെ VS ആരാണ്, VS ചരിത്രത്തിന് എന്ത് സംഭാവന കൊടുത്തു, ചരിത്രം VSന് എന്ത് തിരിച്ചു കൊടുത്തു എന്ന് അതിലൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു നേതാവ് ആയിരുന്നല്ലോ VS. നമുക്കറിയാം VS ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ഏറ്റവും നികൃഷ്ടനായി കണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു വലതുപക്ഷത്തിനാകെ. അദ്ദേഹത്തിൻ്റെ സംസാര രീതികളെ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ, അദ്ദേഹത്തിൻ്റെ വാക്യപ്രയോഗങ്ങളെ ഒക്കെ തന്നെ കടുത്ത രീതിയിൽ വിമർശിച്ചിരുന്നു. മാരാരിക്കുളത്ത് അദ്ദേഹം അപ്രതീക്ഷിതമായി തോക്കാൻ ഇടയായ സന്ദർഭത്ത് വലതുപക്ഷത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്ന ഇടതുപക്ഷ ജാടകളുള്ള ഒരാൾ പറഞ്ഞത്, ജനങ്ങൾ പറയുന്നത് ഒന്ന് ചിരിക്കൂ സഖാവേ എന്നാണ് എന്ന് പറഞ്ഞ് VSനെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതുപോലുള്ള ആളുകൾക്കൊക്കെ എതിർക്കാൻ കഴിയാത്ത ഒരു ലെവലിലേക്ക് VS വളർന്നതാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ദീർഘജീവിതം അതിന് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ആത്മാർത്ഥതയുള്ള ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനവും അതിന് സഹായിച്ചിട്ടുണ്ട്. അതാണ് ചരിത്രം VSന് എന്തു കൊടുത്തു, ചരിത്രം VSനോട് എന്ത് ചെയ്തു എന്ന പിണറായി വിജയൻ്റെ ആ വാക്യം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ചരിത്രം VSനെ തെറ്റായി നിരീക്ഷിച്ചവരെ, എതിർത്തവരെ കൊണ്ടൊക്കെ അനുകൂലിപ്പിച്ചു. ചിലപ്പോൾ നിസ്സഹായത കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിവൃത്തികേട് കൊണ്ടായിരിക്കാം. പക്ഷേ അവർക്കൊക്കെ അംഗീകരിക്കേണ്ടി വന്നു. അതുകൂടി കണ്ടുകൊണ്ടാണ് VS കണ്ണടയ്ക്കുന്നത് എന്നും കൂടി നമുക്ക് പറയാം. ശരി, അതെ. മാരാരിക്കുളത്തെ തോൽവിയിൽ നിന്ന് പിന്നീട് നമ്മൾ കാണുന്നത് മറ്റൊരു VSനെയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ NPC, ഓരോ കാലവും ആവശ്യപ്പെടുന്ന പോരാട്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഏറ്റെടുക്കാനും കഴിയുന്നൊരു VS ഇല്ലേ? തീർച്ചയായിട്ടും. അതാണ് നേരത്തെ തനിക്കറിയാത്ത മേഖലകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു VS ഉണ്ട്. ആ 7ാം ക്ലാസ്സുകാരൻ്റെ ഒരു രീതിയേ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ. എങ്ങനെ ശ്രദ്ധിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, എന്ത് ഉൾക്കൊള്ളുന്നു, എങ്ങനെ എന്നത് വളരെ പ്രധാനമാണ്. അദ്ദേഹം ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാര്യം ഒരു സാന്ദർഭികമായി ഒന്ന് പറയാം. ഇപ്പം നമ്മൾ ഈ പറയുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അതായത് ഓരോ കാലത്തിനും ഓരോ കാലഘട്ടവും ആവശ്യപ്പെടുന്ന പോരാട്ടം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ NPC അതേക്കുറിച്ചാണല്ലോ സംസാരിച്ചു വന്നത്. അപ്പോൾ അദ്ദേഹം ആ പോരാട്ടത്തിൻ്റെ ഒരു കാലത്ത് നമ്മൾക്കൊക്കെ നല്ല ഓർമ്മയുള്ളൂ, സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ പ്രതിപക്ഷ നേതാവായ കാലത്തടക്കം അല്ലെങ്കിൽ ആ കാലത്ത് VS എടുത്തൊരു നിലപാട് ഓർമ്മയുണ്ടാവില്ലേ?
മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ ഒരു വലിയ മൊണോപ്പൊളിയുടെ കാലത്ത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്തുകൊണ്ടുണ്ടാവണം എന്ന് പറയുന്നതിലും ഇടപെട്ടയാളാണ് VS. അതാണത്. ആ തരത്തിൽ ആ മേഖലയിൽ അതറിഞ്ഞ് നിലപാടെടുക്കുന്ന ആളുകളുണ്ട്. അവിടെ മാർക്സിസം ലെനിനിസം അനുസരിച്ചും അല്ലാതെയും ഒക്കെ നിലപാടെടുക്കുന്ന ആളുകളുണ്ട്. അവരുമായൊക്കെയുള്ള സംവാദത്തിലൂടെ ആർജിക്കുന്ന ആ അനുഭവമാണ് VS ഉൾക്കൊള്ളുന്നത്. ശരത്ത് പറഞ്ഞത് കൃത്യമായും ശരിയാണ്. 40കളിലോ 50കളിലോ കണ്ട VS അല്ല 60കളിലും 70കളിലും കണ്ടത്. ആ VSനെയല്ല നമ്മൾ 80കളിലും 90കളിലും പിന്നീട് ഈ പുതിയ നൂറ്റാണ്ടിലും ഒക്കെ കണ്ടത്. അടിമുടി തന്നെ നിരന്തരം പുതുക്കി പണിയുന്ന ഒരു VS. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടതുമാണ്. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ചെയ്യാൻ ശ്രമിച്ച ഒരു VS. അങ്ങനെയായിരുന്നു VS നമുക്ക് മുമ്പിൽ സ്വന്തം ജീവിതം എപ്പോഴും പ്രദർശിപ്പിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അത് മാത്രമല്ല, ഒരിക്കലും പഴയ VSൽ നിന്ന് പോയിട്ടില്ല. പുതിയ കാലത്ത് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിവാദം ഒക്കെ ഉണ്ടായപ്പോൾ, രാജസ്ഥാനത്ത് ഉണ്ടാവേണ്ടിയിരുന്നവരോടൊക്കെ ഏറ്റുമുട്ടിയപ്പോൾ VS വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ എതിർക്കുക മാത്രമല്ല, അവരുടെ രാജഭരണത്തിൻ്റെ ബയനറ്റിൻ്റെ പാട് എൻ്റെ കാലിൽ ഇപ്പോഴുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു VSും മാറുമ്പോഴും പഴയ VSൽ ഉണ്ടായിരുന്ന കാര്യമാണ്. NBC പറഞ്ഞ പോലെ ഈ പുതിയ സമൂഹ മാധ്യമ കാലത്ത് അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതൊക്കെ പ്രവചന സ്വഭാവത്തോടുകൂടി പല കാലത്തും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ ഇതേ വിഷയത്തിലൊക്കെ നമ്മളൊക്കെ പിന്നീട് ഈ അടുത്ത കാലത്തുമൊക്കെ കേൾക്കുന്ന അനുഭവങ്ങൾ സാന്ദർഭികമായി ഓർത്തുപോയി. പക്ഷേ എനിക്കൊരു കാര്യം NBCയോട് പറയാനുള്ളൂ. ഇപ്പോൾ ദീർഘനാളത്തെ ഒരു മാധ്യമ പരിചയ പ്രവർത്തന അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഈ കാലത്ത് ഇപ്പോൾ VSനെ അനുസ്മരിക്കുന്നതിലാകെയും ഒരുപക്ഷെ മറ്റ് മിക്കവാറും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനിടയുള്ളത് CPMലെ വിഭാഗീയതയുടെ കാലത്തിലൂടെ കടന്നുപോയ VSനെ കൂടുതലായി ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളിലൂടെ VSനെ കാണാനായിരിക്കും ഏറെയും ആളുകൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇഷ്ടപ്പെടുക. നമ്മളീ പറഞ്ഞ പോലെ രാജവാഴ്ച കാലത്ത് ദിവാൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന് പറഞ്ഞ് സമരം ചെയ്ത പുന്നപ്ര വയലാറിനെ കുറിച്ച് പറയാനോ അക്കാലത്തെ VSനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൽ പോയി അവിടെ പാർട്ടിയെ വിജയിപ്പിച്ചുകൊണ്ടുവന്ന VSനെ കുറിച്ച് പറയാനോ ഒന്നും ആയിരിക്കില്ല താല്പര്യം. പകരം CPM തന്നെ അംഗീകരിച്ചിട്ടുള്ള CPM കടന്നുപോയ കാലത്തെ ഒരു വിഭാഗീയതയുടെ കാലത്തെ VSനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നൊരു മാധ്യമ ലോകമാണ് നമ്മുടെ മുമ്പിലുണ്ടാവുക. അത് ഏറെക്കുറെ നല്ല തോതിൽ ഏറെയും കുറഞ്ഞും ഇപ്പോൾ നടന്നു വരുന്നുണ്ടാകും എല്ലാ മാധ്യമങ്ങളിലും. പക്ഷേ അപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. പലപ്പോഴും പല ഘട്ടത്തിലും അങ്ങനെ CPM വിരുദ്ധരായി മാറി നിൽക്കുന്ന ആളുകൾ VSനെ അംഗീകരിക്കുമ്പോഴും VS പാർട്ടി വിട്ട് പുറത്തു വരാൻ പോകുന്നു എന്ന വലിയ പ്രതീതിയോടെ നിൽക്കുമ്പോഴും അടിമുടി പാർട്ടിയായി നിന്നൊരു VS ഉണ്ടാവില്ലേ? പാർട്ടി അച്ചടക്ക നടപടികൾ നേരിടുന്ന ഘട്ടത്തിലായാലും ഒക്കെ പാർട്ടിക്കകത്ത് തന്നെ പൂർണ്ണമായും നിലനിന്നുകൊണ്ട് തന്നെ പാർട്ടിയെ, അതാണ് നേരത്തെ പിണറായി പറഞ്ഞതുപോലെ പാർട്ടിയെ VSും VSനെ പാർട്ടിയും എന്ന് പറയുന്ന ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അതൊരിക്കലും കളയാൻ VS ശ്രമിച്ചിട്ടില്ല. പാർട്ടി തന്നെയായിരുന്നു VS. പാർട്ടി അച്ചടക്കത്തിന് വിധേയനാകുമ്പോൾ പോലും പാർട്ടി വിട്ട് പുറത്തു പോവുക എന്ന് പലരും ആഗ്രഹിച്ചതിനൊപ്പം സഞ്ചരിക്കാൻ VSനെ കിട്ടിയിട്ടുമില്ലല്ലോ. നേരത്തെ VSനെ പാർട്ടിയും എന്ന് പറയുന്ന ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അതൊരിക്കലും കളയാൻ VS ശ്രമിച്ചിട്ടില്ല. പാർട്ടി തന്നെയായിരുന്നു VS. പാർട്ടി അച്ചടക്കത്തിന് വിധേയനാകുമ്പോൾ പോലും പാർട്ടി വിട്ട് പുറത്തു പോവുക എന്ന് പലരും ആഗ്രഹിച്ചതിനൊപ്പം സഞ്ചരിക്കാൻ VSനെ കിട്ടിയിട്ടുമില്ലല്ലോ. നേരത്തെ ഇപ്പോൾ ലൈവിൽ കയറി ഇരിക്കുന്നത് കൊണ്ട് മറ്റു മാധ്യമങ്ങളൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടില്ലല്ലോ. അത് ഏതൊരു VSന്റെ ഏതൊക്കെ വശങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ടായിരിക്കും അവരൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക, അവരവരുടെ ആശയങ്ങൾ വിക്ഷേപിച്ചു കൊണ്ടിരിക്കുക എന്ന് നമുക്ക് ഇപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും അങ്ങനെ ഒരു VS കൂടി ഉണ്ട്. പാർട്ടിയിൽ അതിൻ്റെ വിഭാഗീയത പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുള്ളതുപോലെ ഏറ്റുപറഞ്ഞിട്ടുള്ളതുപോലെ വിഭാഗീയതയുടെ ഒരു ഘട്ടത്തിൽ VS ഉയർത്തിയ, അല്ലെങ്കിൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയും പാർട്ടിയിൽ തന്നെ പാർട്ടിയുടെ ചില നിലപാടുകൾക്കെതിരെ ശബ്ദിക്കുകയും അതിന് ചിലപ്പോൾ ഭൂരിപക്ഷ പിന്തുണ കിട്ടുകയും ചിലപ്പോൾ അത് ന്യൂനപക്ഷ പിന്തുണയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ സുന്ദരയ്യ പാർട്ടി ജനറൽ സെക്രട്ടറി പദം രാജിവെച്ചത് CPIMൻ്റെ ചരിത്രത്തിലുള്ള ഒരു കാര്യമാണല്ലോ. അതിനെക്കുറിച്ച് EMS പിന്നീട് എഴുതുന്ന ഒരു കാര്യമുണ്ട്. അന്ന് സുന്ദരയ്യ ഉയർത്തിയ ആ നിലപാട് ന്യൂനപക്ഷമായി. ആ ന്യൂനപക്ഷ നിലപാട് പോലും പാർട്ടിയുടെ ഭൂരിപക്ഷ തീരുമാനത്തെ സ്വാധീനിക്കുകയും സഹായിക്കുകയും അത് ശരിയായി വരാൻ ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന്. പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന ന്യൂനപക്ഷ അഭിപ്രായങ്ങൾ എപ്പോഴും
പാർട്ടി ഉൾക്കൊള്ളുകയും അത് പാർട്ടിയുടെ ഭൂരിപക്ഷം തീരുമാനിക്കുന്ന ശരിയെ നിർണ്ണയിക്കാൻ സഹായിക്കുകയും ചെയ്യും. വി എസിൻ്റെ കാര്യത്തിലും അത് പ്രസക്തമാണ്. വി എസിൻ്റെ എത്രയോ നിലപാട് പാർട്ടിയുടെ ഭൂരിപക്ഷ നിലപാടുകൾ തന്നെയായിരുന്നു. ചില സമയത്ത് ന്യൂനപക്ഷ നിലപാടുകളും വി എസ് എടുത്തിട്ടുണ്ടായിരിക്കാം. അദ്ദേഹം പാർട്ടിയുടെ ചില നടപടികൾക്കൊക്കെ മറ്റു പല നേതാക്കളെ പോലെയും വിധേയരായിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ ശരത്ത് പറഞ്ഞ ആ കാര്യമാണ്, വി എസ് പാർട്ടി തന്നെയായിരുന്നു. വി എസ് ഇതാ പാർട്ടി വിടുന്നു, വി എസ് മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്നു എന്നൊക്കെ പ്രവചിച്ചവരുണ്ട്, കാത്തിരുന്നവരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ആ പ്രതീക്ഷകളെ അല്ലെങ്കിൽ ആ നിരീക്ഷണങ്ങളെ അസ്ഥാനത്താക്കിക്കൊണ്ട് വി എസ് പാർട്ടിയുടെ തന്നെ ഭാഗമായി നിൽക്കുകയും പാർട്ടിയുടെ അഭിമാനമായി തന്നെ നിൽക്കുകയും ചെയ്തു. വി എസ് പാർട്ടിയിൽ തന്നെ നിന്നു എന്നതാണ് വി എസിൻ്റെ അന്തിമ സന്ദേശമായി നമുക്ക് മുമ്പിൽ ഉള്ളത്. വി എസ് CPIM-ൻ്റെ ഭാഗമായിരുന്നു, CPIM-ൻ്റെ നേതാവായിരുന്നു, CPM-ൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് തന്നെയാണ് വി എസ് അദ്ദേഹത്തിൻ്റെ അന്ത്യശ്വാസവേളയിലും അടിവരയിട്ട് നമ്മളോട് പറയുന്നത് എന്ന ചരിത്രം ബാക്കി നിൽക്കും. നേരത്തെ പല കാര്യത്തിലും എതിർത്ത ആളുകൾ തന്നെയാണ് അദ്ദേഹത്തെ പിന്നീട് അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അംഗീകരിക്കുന്ന രീതിയിലേക്ക് വന്നത് എങ്കിൽ പോലും അതൊന്നും വി എസിനെ സ്വാധീനിച്ചിട്ടില്ല. വി എസിൻ്റെ ശരികളിൽ പാർട്ടി എന്ത് എന്നത് വി എസിന് കൃത്യമായി അറിയാമായിരുന്നു. തൻ്റെ നിലപാടുകൾ എങ്ങനെയാണ്, അത് ഏത് തരത്തിലാണ് പ്രസക്തമാകുന്നത്, എപ്പോഴാണ് അത് പാർട്ടിക്ക് ആകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു യുഗപ്രഭാവനായ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രത്തിലെ ആ ഭാഗങ്ങൾ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു പാഠപുസ്തകമായിരിക്കും, എല്ലാ പൊതുപ്രവർത്തകർക്കും പാഠപുസ്തകമായിരിക്കും, നവകേരളത്തിലേക്ക് പോകുന്ന കേരളത്തിന് തന്നെയും ഒരു പാഠപുസ്തകം ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ശരത്.